ഫീനിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എല്ലാവരെയും നമ്മൾ നമ്മളുടെ സുഹൃത്തുക്കളാക്കാൻ പാടില്ല. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ അവരെ സുഹൃത്തുക്കളായിട്ട് തിരഞ്ഞെടുക്കാൻ. ഒന്നാമതായിട്ട്, ജീവിതത്തെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത ആളുകളെ ഒരിക്കലും നമ്മൾ സുഹൃത്തുക്കളാക്കാൻ പാടില്ല. അതായത് ചില ആളുകൾ പറയും, എന്തിനാടാ പൈസ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് സ്വത്ത് ഉണ്ടാക്കുന്നത്, ജീവിതം രാവിലെ ആവുന്നു, ഉച്ചയാവുന്നു, വൈകിട്ടാവുന്നു, വീണ്ടും ഡെയിലി റുട്ടീൻ അതുപോലെ തന്നെ നടക്കുക, ഒരു പുരോഗതിയും ഇല്ല, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇങ്ങനെ ഒഴുകുന്നതിനനുസരിച്ച്, നമ്മൾ പറയും വെള്ളത്തിന് ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന ആളുകൾ. അതായത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുക, സ്വന്തമായിട്ടൊന്നും ഇല്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കണമെന്ന് ആഗ്രഹമില്ല, ജീവിതം ഇങ്ങനെ അങ്ങ് പോവും. നമ്മൾ പറയുമ്പോൾ പറയും, എന്താണ്, ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചു, ഒന്നുമില്ലാതെയാണ് നമ്മൾ വന്നത്, അപ്പൊ നമ്മൾ മരിക്കുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല, അങ്ങനെയൊക്കെ വേദവാക്യങ്ങൾ പറയുന്ന ആളുകളെ, പൈസക്ക് പൈസ തന്നെ വേണം, അതേപോലെ സ്വത്താണെങ്കിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ടുണ്ടാകണം, അങ്ങനെ ഒരു ബോധമില്ലാത്ത ആളുകളെ നമ്മൾ ഒരിക്കലും ജീവിതത്തിന് സുഹൃത്തുക്കളാക്കാൻ പാടില്ല. പിന്നീട് രണ്ടാമതായി, മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്ന ആളുകൾ. അവനത് കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു തകർച്ച, മറ്റുള്ള ഒരാള് തകരുന്ന സമയത്ത് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളെയും നമ്മൾ ഒഴിവാക്കണം. പിന്നീട് അവസരത്തിനനുസരിച്ച് അഭിപ്രായം മാറ്റുന്ന ആളുകൾ. ചില ആളുകളുണ്ട്, അവരായിരിക്കും ഒരു വഴക്കിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് തുടക്കമിട്ടിട്ടുണ്ടാവുക, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് പറയും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, എൻ്റെ മക്കളാണ് സത്യം, അച്ഛനാണ് സത്യം, അമ്മയാണ് സത്യം, ദൈവത്തിനാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് കുറെ കള്ളസത്യങ്ങളൊക്കെ ചെയ്ത് അവസരത്തിനൊത്ത് മാറുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ ഒരിക്കലും നമ്മളുടെ സുഹൃത്തുക്കളാക്കാൻ പാടില്ല. കാരണം ഏത് നിമിഷവും അവര് മാറാം. അവരുടെ ഓന്തിന്റെ സ്വഭാവം എന്ന് നമ്മൾ പറയുന്നത് പോലെ ഏത് നിമിഷവും അവരുടെ സ്വഭാവം മാറാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെയും നമ്മൾ ഒരിക്കലും ചങ്ങാതിയാക്കാൻ പാടില്ല. പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായിരിക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്, അവർക്ക് അതിൽ ഉറപ്പുണ്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നറിയാം. പക്ഷേ അതിനെ ന്യായീകരിച്ച് പറയുന്ന ആളുകൾ, ചെയ്തത് തെറ്റാണ്, അത് അവർക്കും ബോധമുണ്ട്, പക്ഷേ അതിനെ ന്യായീകരിച്ച് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോ എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവൃത്തികളുടെ കൂടെ നിൽക്കുന്ന ആളായിരിക്കാം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഇപ്പോൾ മദ്യപാനിയായിട്ടുള്ള ഒരാള്, അപ്പൊ അയാളെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആളുകൾ, അത് ചിലപ്പോൾ അമ്മയാകാം, അല്ലെങ്കിൽ സഹോദരങ്ങളാകാം. ആ ഒരു തെറ്റാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട്, അത് ആ ആണുങ്ങളല്ലേ, അല്ലെങ്കിൽ മറ്റേ എന്താണ്, മനുഷ്യനായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മദ്യപാനമൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ കുറച്ച് ചീത്ത സ്വഭാവം ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഇല്ലല്ലോ ഇങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും ചങ്ങാതികളാക്കാൻ പാടില്ല. പിന്നീട് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ള ചമയുക, എന്നാൽ അവസരത്തിനൊത്ത് മാറുക. മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും, നല്ല ക്ലീൻ പേഴ്സണാലിറ്റി ആയിരിക്കും, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, എന്താണ്, കുട്ടികളോട് ഇങ്ങനെ പെരുമാറണം, അവരോട് ഇങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവരുടെ മക്കളോട് കാണിക്കുന്നത് നേരെ തിരിച്ചായിരിക്കും. അവരുടെ മക്കളോട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇപ്പൊ പ്രത്യേകിച്ചിട്ട് ജാതിക കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് ഇന്ന ജാതിയാണ്, മറ്റേ ജാതിയാണ്, ആ ഒരു വേർതിരിവ് കാണിക്കാം. എന്നാൽ പറയുന്ന സമയത്ത്, മറ്റുള്ളവരോട് പറയുന്ന സമയത്ത്, എല്ലാവരും ഉള്ള സമയത്ത് പറയുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ പേഴ്സണാലിറ്റിയാണ്, ഇത്രയും നല്ലൊരു വ്യക്തിത്വം നമുക്ക് കാണാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിയാണ് അതിൽ വരുന്നത്. അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ ഒരിക്കലും നമ്മളുടെ ചങ്ങാതിയാക്കാൻ പാടില്ല. പിന്നീട് മറ്റുള്ളവര് എന്ത് ശരി ചെയ്താലും അത് ശരിയാണ് എന്ന് അംഗീകരിക്കാത്ത ആളുകൾ. അതായത് അവരെ പേഴ്സണലി ചിലപ്പോൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും അവർ ചില നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഒരിക്കലും ആ നല്ല കാര്യങ്ങൾ പറയാതെ മോശം കാര്യങ്ങൾ പറയുക, എപ്പോഴും അവരെ കുറ്റപ്പെടുത്തുക, അവർ ചെയ്യുന്നതിലെ നെഗറ്റീവായിട്ടുള്ള വശം കണ്ടെത്തുക, അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ ഒരിക്കലും നമ്മളെ ചങ്ങാതികളാക്കാൻ പറ്റില്ല. കാരണം നാളെ നമ്മുടെ കുറ്റങ്ങളും അവർ കണ്ടുപിടിക്കും. നമ്മൾ ചെയ്യുന്ന ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യില്ല അവരുടെ ഭാഗത്തു നിന്നും. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ
ഒരിക്കലും നീ ചെയ്തത് ശരിയാണ് അല്ലെങ്കിൽ നീ ചെയ്തത് നന്നായി എന്നൊരിക്കലും പറയില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കോഴ്സ് പഠിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ തിരക്കിനിടയിലും അത് ചെയ്യാൻ പറ്റിയില്ലേ, കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നതിന് പകരം ഈ വയസ്സാം കാലത്ത് നീ എന്തിനാ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാ ഇതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത്, ഇതുവരെ പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ അത് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഗുണം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെയും നമ്മൾ ഒരിക്കലും നമ്മളുടെ കൂടെ കൂട്ടാൻ പാടില്ല. അങ്ങനെ ഒരു ചങ്ങാതിയായിട്ട് നമ്മുടെ കൂടെ കൂട്ടിയാൽ നമ്മളുടെ പോസിറ്റീവ് എനർജി കൂടി അവര് വലിച്ചെടുത്ത് നമ്മളെ ഫുള്ള് നെഗറ്റീവ് ആക്കാൻ അവർക്ക് സാധിക്കും. സോ ബി കെയർഫുൾ ഇൻ ചൂസിങ് ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ.